കുരിശിന്റെ വഴി സ്റ്റാർട്ട് അറ്റ് 6:21 PM. എത്ര കുരിശുകളുണ്ട് എന്നും പറയും. എൻ്റെ അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മയുടെ നാട്ടിൽ നിന്ന്, അതായത് തവലപ്പാറയിൽ നിന്ന് വെളുപ്പിന്ന് നടന്ന് മലയാറ്റൂർ പോകുന്ന കഥയൊക്കെ പറയുമായിരുന്നു. ചെറുപ്പത്തിൽ ഞാനിതൊക്കെ വലിയ കൗതുകമായിട്ടാണ് കേട്ടോണ്ടിരുന്നത്. അത്രയും ദൂരമൊക്കെ എങ്ങനെ നടന്നു പോകും എന്നായിരുന്നു എൻ്റെ ചിന്ത. എന്നാൽ 17 വയസ്സുള്ളപ്പോൾ ഞാൻ അമ്മയുടെ ആ റെക്കോർഡ് എത്തിച്ചു. അന്നത്തെ കപ്പേലേട്ടൻ റാഫേലേട്ടൻ്റെ ഒപ്പം ഞങ്ങൾ കുറച്ച് പേരൊക്കെ ചേർന്ന് മഞ്ഞുമേന്ന് നടന്ന് മലയാറ്റൂർ പോയി. പിന്നീടുള്ള 2 വർഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പവും 2022 കാർമൽ യൂത്തിൻ്റെ ഒപ്പവും പോയി. ഈ വർഷം ഇതെൻ്റെ 5ാമത്തെ മലയാറ്റൂർ കാൽനട യാത്രയായിരുന്നു. അതും എൻ്റെ സാറുമാരോടൊപ്പം. ദേവാലയത്തിൻ്റെയും കപ്പേലകളുടെയും ഒക്കെ മുമ്പിൽ നിന്ന് കുരിശിൻ്റെ വഴി ചെല്ലിയിട്ടൊക്കെ ആട്ടോ ഞങ്ങൾ പോയത്. കുറച്ച് ദിവസമായിട്ട് ഉറക്കം കുറവായതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. നടന്നൊക്കെ ഞാൻ ഉറങ്ങി. റെസ്റ്റ് എടുക്കാൻ വേണ്ടി 5-10 മിനിറ്റൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഉറക്കമായിരുന്നു. അങ്ങനെ ഉറങ്ങിയും നടന്നും ഒരു 5:15 സെൻറ് മേരീസ് നീലീശ്വരം ദേവാലയത്തിലെത്തി. 5:30 അവിടുത്തെ കുർബാന കഴിഞ്ഞിട്ടാണ് ബാക്കി ഞങ്ങൾ നടന്നത്. കുർബാന സമയത്തും ഞാൻ ഉറക്കമായിരുന്നു. രാവിലെ ബാക്കി നടന്നത് ആമയെ പോലെ ആയിരുന്നു. ഇപ്പോൾ സമയം 7:54. ഇപ്പോഴാണ് അടിവാരത്ത് പള്ളിയിലെത്തുന്നത്. വൈകി വന്ന എന്നെയും ആൻ്റണി സാറിനെയും കാത്ത് ഇവരവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ ബാക്കി യാത്ര ആരംഭിച്ചു. കാൽവേദന കാരണം മല കയറാൻ പറ്റുന്ന നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷേ മല കയറി തുടങ്ങിയപ്പോഴേക്കും കാൽവേദനയൊക്കെ അങ്ങ് പോയി. പിന്നെ അങ്ങ് സുഖമായിട്ട് മല കയറി. 12-13 മണിക്കൂറിൻ്റെ നടത്തത്തിന് ശേഷം അങ്ങ് മല കയറാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 12:05. തിരിച്ചിറങ്ങാൻ പോകണം. ഇപ്പോൾ സമയം 12:28. 23 മിനിറ്റ് കൊണ്ട് മല ഇറങ്ങി. എങ്ങനെയുണ്ട് ചേട്ടാ? നമ്മൾ എത്ര മണിക്ക് എത്തും? വെളുപ്പിന് 5 മണിക്ക് എത്തും മോനെ. നമ്മളൊരു 5:45-6 മണി. അടിവാരത്ത് നമ്മളൊരു 7 മണി, ഏകദേശം ഒരു 3 മണി 4 മണി ആകുമ്പോൾ. അടിവാരത്ത് നമ്മളൊരു 6 മണി 6-6:30 നമ്മ എത്തുമ്പോ എത്തും.